ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് എളുപ്പത്തിലൊരു ഷ്രിമ്പ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. അപ്പം ജീരകശാല അരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യാനുള്ള ഷ്രിമ്പ് മസാലയൊക്കെ പുരട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹാഫ് കുക്കായിട്ടുള്ള കുഞ്ഞ് ഷ്രിമ്പാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ. അതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കുക. ഈ സമയം കൊണ്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കുക. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ കുറച്ച് നെയ്യ്, ഉപ്പ് എന്നിവ ചേർക്കുക. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, കാരണം ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇതിലേക്ക് ഒരു ഫുള്ള് നാരങ്ങ പിഴിഞ്ഞതും കൂടി ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഓക്കെ, അപ്പം ഈ സമയം കൊണ്ട് നമുക്കിനിയിപ്പം അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് പുരട്ടി വെച്ചിരിക്കുന്ന ഷ്രിമ്പ് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഹാഫ് കുക്കായിട്ടുള്ള ഷ്രിമ്പ് ആയതുകൊണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് കോരിയെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ബാച്ചായിട്ട് പയ്യെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി തന്നെ യൂസ് ചെയ്തിട്ട്, ഈ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഗ്രേവിയൊന്നും, അതിനകത്തുള്ള ആ ഒരു മസാലയൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ ഉള്ളി നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ജീരകശാല അരി നമ്മൾ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. അത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അരി ഒരു 70% കുക്കായാൽ മതി, കാരണം നമ്മളിത് അവസാനം ദം ചെയ്യുന്നുണ്ട്. അപ്പം ഫുള്ളി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഓക്കെ, അപ്പം അരി ഇട്ടതിന് ശേഷം നമുക്കിനി മസാലയിലേക്ക് തിരിച്ചു വരാം. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 6 to 8 കൗണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 വലിയ തക്കാളിയാണ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് അരി വെന്തിട്ടുണ്ടോ നോക്കാം. അത് നമ്മുടെ പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 70-75% വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രേവിയിലേക്ക് 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ മതി, അതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും അളവില്ല. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഷ്രിമ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഷ്രിമ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. അതേപോലെ ഏത് ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉള്ളി വറുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം.
അപ്പം അതിന് മുന്നേ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടി വറുത്തെടുക്കുക. അപ്പോൾ കുറച്ച് ഉള്ളി എക്സ്ട്രാ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ കാഷ്യൂവും ഉള്ളിയും കൂടി ലാസ്റ്റ് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ഫ്രൈ ചെയ്തിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഒനിയൻ നമ്മൾ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഷ്രിമ്പ് ബിരിയാണിയുടെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇനി ഏക പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസും ഈ ഗ്രേവിയും കൂടി ലെയർ ചെയ്തിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടിയുള്ളൂ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതുപോലൊരു പാൻ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമ്മുടെ ഒരു പാത്രം, ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസും ലെയറായിട്ട് നമുക്ക് വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്രേവി, പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ്, അതിനുശേഷം ഗ്രേവി, അതിനുശേഷം റൈസ്, അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂനട്ട്, പിന്നെ പുതിന, മല്ലിച്ചപ്പ് ഇല, ഇതെല്ലാം കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഇതുപോലൊരു പാനിൻ്റെ മുകളിൽ, ചൂടാക്കിയ പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് അരമണിക്കൂർ ദം ചെയ്താൽ മതി. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂടിയും കൂടി വെച്ച് നമ്മൾ എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് വെക്കുന്നത്. അപ്പം എയർ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് അരമണിക്കൂർ കൂടി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദം ചെയ്ത ഷ്രിമ്പ് ബിരിയാണി തയ്യാറാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമ്മളിതെല്ലാം കുക്ക്ഡാണ്. നമ്മളിതെല്ലാം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് വെച്ച് 30 മിനിറ്റ്സ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ഇനിയിപ്പോൾ ഒന്ന് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ദം ചെയ്ത ഷ്രിമ്പ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാം. എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈന്തപ്പഴ അച്ചാറും നമ്മുടെ സാലഡും ഉണ്ട്, ചല്ലാസും ഉണ്ട്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിങ്ങ മാത്രം, ഉണക്ക മുന്തിരിങ്ങ വറുത്ത് ഇതിനകത്ത് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലാതായിപ്പോയി. എന്തായാലും ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലിൽ കുറച്ച് ട്രാവൽ വീഡിയോസും ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് എല്ലാം ഉണ്ട്. അതെല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.